കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത് ഉമേഷ് പറഞ്ഞതുപോലെ തന്നെയാണല്ലേ. ആ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ എന്താണ് സംഭവിച്ചത്? ചെറിയ പിള്ളേർ, ഹൈസ്കൂൾ പിള്ളേരാണ്. 9ാം ക്ലാസ് എന്ന് പറയുന്നത് എന്ത് ചെറിയ പ്രായമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ വിചാരം ഇവർ വലിയ കുട്ടികളാണ് എന്നുള്ള, അല്ലെങ്കിൽ ഒരു ഹീറോയിസം ഒക്കെ തലയ്ക്ക് പിടിച്ചിട്ടാണോ ഇത് ചെയ്യുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ വയലൻസ് കൂടുതലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും സിനിമകളിലാണെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് ആവേശം ഉൾക്കൊള്ളുന്നതാണോ എന്ന് പറയാൻ പറ്റില്ല. സ്കൂളുകളിൽ കൃത്യമായിട്ട് കൗൺസിലിംഗ് ഒക്കെ ഉള്ളതല്ലേ അല്ലെ? അങ്ങനത്തെ ക്ലിനിക്കുകളൊക്കെ വേണം. കൗൺസിലേഴ്സ് ഇപ്പൊ എല്ലാ സ്കൂളിലും ഉണ്ട്. അപ്പൊ ഇത് പക്ഷെ ഈ സംഭവത്തിൽ ഇതിപ്പോ എന്താണ് സംഭവിച്ചത്? ഒരു കുട്ടിയാണ് നടു റോഡിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് അന്വേഷണം നടക്കട്ടെ. നമ്മൾ ഒരുപാട് സന്ദേശങ്ങൾ വരുന്നുണ്ട്. സന്ദേശങ്ങൾ വരുന്നു, അത് വായിക്കുമ്പോൾ അത് കൂടുതൽ പേര് കാണുമെന്ന് അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ സന്ദേശങ്ങൾ കൂടുതൽ വായിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരുപാട് സന്ദേശങ്ങൾ. അതായത് അരുൺ പറയണു, കുട്ടികളുടെ മുഖം കാണിക്കുക, ഇവർക്ക് സംരക്ഷണം നൽകരുത്. നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട്. കുട്ടികൾ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ, അതുപോലെ ഇങ്ങനത്തെ ദൃശ്യങ്ങൾ വയലൻസ് ആണെങ്കിൽ അത് കാണിക്കാൻ പാടില്ല എന്നുള്ള ആ മാർഗനിർദ്ദേശം തന്നെ പാലിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ആ വാർത്തയിൽ ഒരുപാട് പേര് ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കുറെ ഇതൊക്കെ ഉണ്ട്, കല്യാണം കഴിഞ്ഞതാണോ എന്നൊക്കെ. അതൊക്കെ ഇതിനിവിടെ റെലവൻസ് എന്താണ്? അപ്പൊ നമ്മൾ വാർത്ത വായിക്കുന്നില്ലേ നന്നായിട്ട്? നമുക്കിനി അടുത്തൊരു വാർത്തയിലേക്ക് പോവാം. അതായത് അടുത്ത വാർത്തയിലേക്കല്ല, നമ്മളിനി വായിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതുവരെ കണ്ട വാർത്തകളാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, കുറെ പ്രേക്ഷകർ ഇടയ്ക്ക് വന്നു പോയവരുണ്ട്. അപ്പൊ രാവിലെ മുതൽ ഇതുവരെ വന്ന വാർത്തകൾ എന്തെല്ലാമാണെന്ന് വളരെ പെട്ടെന്ന് പരിശോധിക്കാം. സിൽവർ ലൈൻ പദ്ധതിയിൽ ചർച്ചകൾ തുടരുന്നുവെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്തോട് ചില കാര്യങ്ങളിൽ വിശദീകരണം തേടിയിട്ടുണ്ടെന്നും മന്ത്രി. Silver Line, a semi-high-speed rail coming up between Thiruvananthapuram and Kasaragod, which will reduce the time to only 4 hours. സിൽവർ ലൈൻ പദ്ധതി യാത്രാസമയം കുറയ്ക്കുന്നതെന്നും കേന്ദ്രമന്ത്രി. കേരളത്തിൽ വേഗമേറിയ റെയിൽപാത വേണമെന്നാണ് പീയൂഷ് ഗോയൽ ഉദ്ദേശിച്ചതെന്ന് വി മുരളീധരൻ. സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് പുതുപ്രതീക്ഷയുമായി കൊച്ചിയിൽ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി. വ്യവസായ അനുമതികൾ ചുവപ്പുനാടയിൽ കുരുങ്ങില്ലെന്ന് നിക്ഷേപകർക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. Nerve and leave no stone unturned. We have an end-to-end approach with a holistic perspective to implement our plan, not incrementally but substantially. ദേശീയപാത വികസനത്തിന് 3 ലക്ഷം കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. വികസനത്തിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ.